നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ ഒരു സന്തോഷ വാർത്ത വന്നു ചേരാൻ പോവുകയാണ്. അത് എന്താണ് എന്ന് അറിയാൻ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഈ ഒരു സന്ദേശത്തെ നിങ്ങൾ പൂർണ്ണമായിട്ടും അറിയുക. അതായത്, ഇവിടെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിരന്തരമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ എന്ത് കാര്യവുമാവാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു റിസൾട്ടിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ കാത്തിരിക്കുകയാവാം. അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നീക്കം അത് നിങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അത് വാങ്ങാൻ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടാവാം. ഇത്തരത്തിൽ നിലവിൽ നിങ്ങളുടെ മനസ്സിൽ ഉള്ള ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരും എന്നുള്ള ഒരു സൂചനയാണ് നിങ്ങൾക്കിവിടെ ഭഗവാൻ നൽകുന്നത്. ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആശങ്കകളൊക്കെ തീർച്ചയായിട്ടും ഇല്ലാതാവുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം വന്നു ചേരും എന്നാണ് ഇവിടെ കാണുന്നത്. ആ ഒരു കാര്യത്തെക്കുറിച്ച് എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വളരെ വലിയൊരു തുടക്കം നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു എന്നിവിടെ കാണുന്നുണ്ട്. അതായത് പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില തകർച്ചകൾ നിങ്ങളിപ്പോൾ നേരിടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് നാളായിട്ട് നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാവാം തുടരുന്നത്. പ്രധാനമായിട്ടും സാമ്പത്തികം, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള നിരാശകളാണ് നിങ്ങൾക്കിപ്പോഴുള്ളത് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സാഹചര്യത്തിൽ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമായിട്ട് മനസ്സിലാവുന്നത് ഒരു പുതിയ തുടക്കം അത് നിങ്ങൾക്ക് വന്നു ചേരാൻ പോവുകയാണ്. എല്ലാം കൊണ്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക് തന്നെയാണ് നിങ്ങൾ പോവാൻ പോകുന്നത്. വളരെ വലിയ സന്തോഷം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഏത് കാര്യത്തിനും കൃത്യമായിട്ടുള്ള തീരുമാനം അല്ലെങ്കിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതായത് ഏത് കോഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ ഏത് വിവാഹം തിരഞ്ഞെടുക്കണം, അതുപോലെ തന്നെ ഏത് ജോലി തിരഞ്ഞെടുക്കണം, അങ്ങനെ ഏത് കാര്യത്തിനും കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതിലൂടെ നിങ്ങളുടെ മനസ്സിലുള്ള ആശങ്കകൾക്ക് ഒരു മോചനം കിട്ടുന്നതാണ്. കൂടാതെ ദൈവിക ചിന്തകൾ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് കടന്നു വരുന്നതാണ്. ദൈവത്തിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുന്നതാണ്. ഭഗവാൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില ബന്ധങ്ങളെ വീണ്ടും കൂട്ടി യോജിപ്പിക്കാനുള്ള ചില അവസരങ്ങൾ നൽകും എന്നിവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും നിങ്ങളിൽ നിന്നും പിണങ്ങി അകന്നു നിൽക്കുന്ന ചില വ്യക്തികൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിറഞ്ഞ സ്നേഹത്തോടെ തന്നെ നിങ്ങളുമായിട്ട് വീണ്ടും ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് നിങ്ങൾക്കരികിലേക്ക് വന്നു ചേരും എന്നുള്ള ഒരു സൂചനയും നിങ്ങൾക്കിവിടെ ഭഗവാൻ നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. ദൈവാനുഗ്രഹം ഒരുപാടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഒരു പൊതുവേദിയിൽ വളരെ യുക്തിപൂർവം, വളരെ അറിവോടുകൂടി സംസാരിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. വലിയ രീതിയിലുള്ള സംസാരമൊന്നും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പോലും പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട്, വളരെ സംസ്കാരത്തോടു കൂടി അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. അത്തരത്തിലുള്ള ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇനിയും മുന്നോട്ടുള്ള നാളുകളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ചില വ്യക്തികളിൽ നിന്നൊക്കെ ചെറിയ രീതിയിലുള്ള വെറുപ്പും ശത്രുതയുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ആശങ്കകളൊന്നും വേണ്ട, അത് താൽക്കാലികം മാത്രമാണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അടുപ്പത്തിലാവുന്നതുമാണ്. കൂടാതെ മറ്റുള്ളവരുമായിട്ടുള്ള വാക്കുതർക്കങ്ങളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കാൻ നിങ്ങൾ പ്രത്യേകം
ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങൾക്ക് സന്തോഷം വന്നു ചേരുമ്പോൾ അവിടെ അസൂയപ്പെടുന്ന പലരും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അതിനാൽ തന്നെ ആരോടും അമിതമായിട്ട് ഒന്നും തന്നെ പറയാതിരിക്കുക. നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്നവർക്ക് മുന്നിൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി പറയാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പല കാര്യങ്ങളും നടക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ അതൊരുപക്ഷെ നിങ്ങളുടെ പ്രതീക്ഷ പോലെ നടക്കാതെ വന്നേക്കാം. അതിനാൽ തന്നെ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമാവുന്ന ഒന്നിനെക്കുറിച്ചും മുൻകൂട്ടി മറ്റുള്ളവരോട് പറയാതിരിക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞുപോയ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നു ചേർന്ന പല നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇപ്പോഴും വിഷമിക്കുന്ന പലരും ഉണ്ടാവാം. എന്നാൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാതെ ഇനി മുന്നോട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക. അതുപോലെ തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട്. പ്രതിസന്ധികൾ വന്നു ചേരുമ്പോൾ ഒരിക്കലും തളരേണ്ടതില്ല. കാരണം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ എത്ര പ്രതിസന്ധികളിൽ നിന്നും കരകയറാനുള്ള മാർഗവും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. ജീവിതത്തിൽ ഒറ്റപ്പെടൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും ഒരു മോചനം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. കൂടാതെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷകരമായ ഒരു തുടക്കം ഉണ്ടാവാൻ പോകുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് ഭഗവാൻ ഇന്ന് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മാറ്റങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ ഇപ്പോഴുള്ള കാത്തിരിപ്പും ആശങ്കയുമെല്ലാം മാറി നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ വന്നു ചേരും എന്നുള്ള ഒരു സന്ദേശമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത്. വളരെയധികം ഈശ്വരചിന്തയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. ഈശ്വരചിന്ത കുറച്ചുകൂടി നിങ്ങളിൽ വർദ്ധിച്ചു വരുന്ന സമയമാണ് നിങ്ങൾക്ക് ഇനിയുള്ളത്. എപ്പോഴും എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് മാത്രം കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഭഗവാന്റെ സംരക്ഷണം എപ്പോഴും നിങ്ങൾക്ക് ചുറ്റും തന്നെയുണ്ട്. അതിനാൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഒരിക്കലും തളരാതെ ഭഗവാനിൽ വിശ്വസിച്ച് എല്ലാം നന്നായി വരും എന്ന ശുഭപ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോവുക. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.